ആസയുടെ പ്രതിനിധി കെവിൻ പീറ്റർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെവിൻ പീറ്റർ, ഇന്നലെ പി.സി. ജോർജ് ഒരു നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും ലവ് ജിഹാദിനെ കുറിച്ചും ചില പരാമർശങ്ങൾ പാലയിൽ നടത്തി. അവിടെ മദ്യവിരുദ്ധ സമിതി സംഘടിപ്പിച്ച ഒരു പരിപാടിയിലായിരുന്നു പി.സി. ജോർജിന്റെ പരാമർശമുണ്ടായത്. മീനച്ചിൽ താലൂക്കിലെ ഒരു സ്ഥിതി വിവര കണക്കുകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഉടനെ അദ്ദേഹത്തിനെതിരെ ഒരു നിയമ നടപടി എടുക്കുന്ന രീതിയിലേക്ക് ചില കേന്ദ്രങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ പി.സി. ജോർജിന് KCBC പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് കാസ ഈ സാഹചര്യത്തെ കാണുന്നത്? തീർച്ചയായിട്ടും KCBC പിന്തുണ നൽകിയ ആ കാര്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാരണം KCBCക്ക് സത്യം അറിയാം. മുൻപും KCBCയുടെ ജാഗ്രതാ കമ്മീഷൻ ക്രിസ്ത്യൻ പെൺകുട്ടികൾ നഷ്ടപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു കമ്മീഷൻ നിയമിക്കുകയും ആ കമ്മീഷൻ കേരളത്തിലെ വിവിധങ്ങളായ ഇടവക പള്ളികളിൽ നിന്നും ശേഖരിച്ച ഡേറ്റ അനുസരിച്ച് ഒരു കമ്മീഷന്റെ കണ്ടെത്തലുള്ള റിപ്പോർട്ടായിട്ട് സമർപ്പിച്ച് അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളെയും ബോധവാന്മാരാക്കാനായിട്ട് എല്ലാ പള്ളികൾ തോറും ലഘുലേഖകൾ വരെ വിതരണം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ KCBC ഇതിനെക്കുറിച്ച് കൃത്യമായ ഡേറ്റകൾ അവരുടെ കൈകളിലുള്ള ഓരോ രൂപതകളിലെയും പള്ളികൾക്ക് കീഴിലുള്ള അതുപോലെ തന്നെ റീ അഡിക്ഷൻ സെന്ററുകൾ അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള ഡേറ്റകളുണ്ട്. എല്ലാ പള്ളികളിലും ഇതിന്റെ ഇരയായിട്ടുള്ള ആളുകൾ ഉള്ളതാണ്. ഇപ്പൊ ഇത് സംബന്ധിച്ച ഒരു ബോധവൽക്കരണ ക്ലാസ്സിലാണ് തന്റെ സമുദായത്തിലെ കുട്ടികളോട് പി.സി. ജോർജ്, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരിക്കാം, പക്ഷെ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ സമുദായ അംഗങ്ങളായ കുട്ടികളോട് ഒരു ഉപദേശം കൊടുക്കുകയാണ് ചെയ്തത്. ആ ഉപദേശം അങ്ങനെ പോലും ഒരു ബോധവൽക്കരണ ക്ലാസ്സിൽ പോലും പങ്കെടുത്ത് രണ്ടു വാക്ക് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇവിടെ മതമൗലികവാദികൾക്ക് കീഴ്പ്പെട്ട രാഷ്ട്രീയക്കാരുടെ ഇതാണ് നമുക്ക് കാണുന്നത്. ആരൊക്കെയാണ് ഇന്നലെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഫ്രിട്ടോണി, ജമാഅത്ത് ഇസ്ലാമിയുടെ ഫ്രിട്ടോണി, ഇപ്പം SDP അതുപോലുള്ളവരാണ്. അപ്പം ഇതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല. മതമൗലികവാദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഇവിടെ ഒരാളും സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മതമൗലികവാദികളുടെ അജണ്ടയുടെ ഭാഗമാണ് പി.സി. ജോർജിന് എതിരെയുള്ള ഇത്. കാര്യം പി.സി. ജോർജിനെ ഈ വിഷയത്തിൽ നിശബ്ദനാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ നിശബ്ദനാക്കാൻ സാധിക്കുന്നു. പി.സി. ജോർജ് പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ്. മീനച്ചിൽ താലൂക്കിൽ അദ്ദേഹം കൃത്യമായ കാലയളവൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ചിലപ്പോൾ അതിൽ കൂടുതലും ഇന്ന് പോലും ഞങ്ങൾക്ക് ലവ് ജിഹാദിനെ കുറിച്ചുള്ള കേസുകൾ കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും പോലീസ് സ്റ്റേഷനിൽ വരണമെന്നില്ല. 10-ൽ ഒരെണ്ണം മാത്രമേ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരികയുള്ളൂ, പരാതിയായിട്ട് വരികയുള്ളൂ. ഇതിൽ അയൽക്കാരോ ബന്ധുക്കളോ പോലും ഒതുക്കി തീർക്കാവുന്ന 10-ൽ 2 കേസുകൾ ഉണ്ടാവാം. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇപ്പൊ കുറെ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, തെളിവ് എവിടെ, നിങ്ങൾ തെളിവ് വെക്കുമെന്ന്. എന്ത് ചെയ്യണം? ഈ മാതാപിതാക്കളുടെ അഡ്രസ്സും ഫോൺ നമ്പരും ഫോട്ടോയും മാധ്യമങ്ങൾക്ക് കൊടുക്കണം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വിവരങ്ങളൊന്നും മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ടതായ ഒരാവശ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഒരു പഠനം നടത്തട്ടെ. ഇവിടെ ലവ് ജിഹാദ് 2 പ്രബല സമുദായങ്ങൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നു. ഇവിടെ തങ്ങളുടെ മക്കളെ പെൺമക്കളെ പ്രണയത്തിന്റെ കെണിയിൽപ്പെടുത്തിക്കൊണ്ട് ആസൂത്രിതമായി മതം മാറ്റുന്നു എന്ന് പറയുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ട്? ഇല്ല, ഒരിക്കലുമില്ല. ഇപ്പം കേരളത്തിന് വെളിയിൽ വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാന സർക്കാരുകൾ, ജനങ്ങളോട് പ്രതിപത്തിയുള്ള സംസ്ഥാന സർക്കാർ അവിടുത്തെ പ്രതിപക്ഷങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ അവിടെ നിയമം കൊണ്ടുവരുന്നു. കോടതികൾ തന്നെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് മുദ്രാവാക്യമായി ഇവിടെ പലർക്കും ദഹിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ വിഷയം. വളരെയധികം നന്ദി ജനം ടിവിയോട് ഈ സാഹചര്യത്തിൽ സഹകരിച്ചതിന്.